TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാമത്തെ ഭാഗം വീഡിയോയാണിത്. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയാണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ടൈഫോയിഡ്, മലേറിയ ഈ ഡിസീസുകളെക്കുറിച്ചും ബാരിയേഴ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, സ്ട്രക്ചർ ഓഫ് ആൻറ്റിബോഡി മോളിക്യൂൾ ഈ ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ടൈഫോയിഡ് എന്ന ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയെ വിളിക്കുന്ന പേര് സാൽമണല്ല ടൈഫി എന്നാണ് വിളിക്കുന്നത്. ആ ബാക്ടീരിയയെ വിളിക്കുന്ന പേര് സാൽമണല്ല ടൈഫി. സാൽമണല്ല ടൈഫി ഈസ് എ പാത്തോജനിക് ബാക്ടീരിയം വിച്ച് കോസസ് ടൈഫോയിഡ് ഫീവർ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഓർക്കുക, ടൈഫോയിഡ് ഡിസീസ് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേര് സാൽമണല്ല ടൈഫി എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. എങ്ങനെയാണ് ഈ ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നോക്കാം. ദീസ് പാത്തോജൻസ് ജനറലി എൻറ്റർ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയുമാണ് ഈ ബാക്ടീരിയാസ് അകത്തേക്ക് എത്തുന്നത്. അതായത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. അതായത് സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ കൊണ്ട് മലിനമാക്കപ്പെട്ട ഫുഡിലൂടെയും വാട്ടറിലൂടെയുമാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ദീസ് പാത്തോജൻസ് ജനറലി എൻറ്റർ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, contaminated with them and migrate to other organs through blood. അപ്പോൾ ഇത് ഇൻറ്റസ്റ്റൈനിലേക്ക് പ്രവേശിക്കുന്നു. ഇൻറ്റസ്റ്റൈനിൽ പ്രവേശിച്ചിട്ട് അതിലൂടെ മറ്റ് ശരീരഭാഗങ്ങളിലേക്കും ഇത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് നോക്കൂ. സസ്റ്റൈൻഡ് ഹൈ ഫീവർ. സസ്റ്റൈൻഡ് ഹൈ ഫീവർ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന കഠിനമായിട്ടുള്ള പനി. 39 ഡിഗ്രി സെൽഷ്യസ് ടു 40 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 36-37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ ഒരു ടൈഫോയിഡ് ബാക്ടീരിയ, സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് വളരെ കൂടിയ പനിയായിട്ട് മാറും. 103-104 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ, സെൽഷ്യസ് അല്ല ഫാരൻഹീറ്റിലേക്ക് വരെ പനി മാറുന്നു. സെൽഷ്യസിൽ പറയുമ്പോൾ 39 ഡിഗ്രി സെൽഷ്യസ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ്, ഫീവറാണ്, പനിയാണ്. വീക്ക്നെസ്, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം. സ്റ്റൊമക്ക് പെയിൻ, കഠിനമായിട്ടുള്ള വയറുവേദന. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. ഹെഡേക്ക്, തലവേദന. ആൻഡ് ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്. ആപ്പറ്റൈറ്റ് മീൻസ് വിശപ്പ്, വിശപ്പില്ലായ്മ. അതുപോലെ ശരീരത്തിന് മൊത്തം ഇതുപോലത്തെ റാഷസ് ഉണ്ടാവുക. അപ്പോൾ ഈ സിംറ്റംസ് ആണ് കോമൺ ആയിട്ട് ടൈഫോയിഡ് ഫീവറിൽ കാണുന്നത്. എന്തൊക്കെയാണ് സിംറ്റംസ്? സസ്റ്റൈൻഡ് ഹൈ ഫീവർ, വീക്ക്നെസ്, സ്റ്റൊമക്ക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഹെഡേക്ക്, ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്. നീണ്ടു നിൽക്കുന്ന പനി, ക്ഷീണം, വയറുവേദന, മലബന്ധം, തലവേദന, വിശപ്പില്ലായ്മ തുടങ്ങിയവയാണ് ഈ അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി സിവിയർ കേസസിൽ വരുമ്പോൾ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ. ഈ ബാക്ടീരിയ കൂടുതലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, ആക്രമിക്കുന്നത് ഇൻറ്റസ്റ്റൈനെയാണ്. ഇൻറ്റസ്റ്റൈനെ ആക്രമിച്ചിട്ട് ഇൻറ്റസ്റ്റൈനിനെ മ്യൂക്കസ് കോട്ടിങ്ങിനെ ഡാമേജ് ചെയ്യുകയും അവിടുത്തെ ടിഷ്യൂസിനെ നശിപ്പിക്കുകയും ചെയ്യുന്നത് വഴി അൾസർ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻസ് ഉണ്ടാകും. ഇൻറ്റസ്റ്റൈനിൽ ഒരുപാട് ഹോളുകൾ ഉണ്ടാകുന്ന കണ്ടീഷനിലേക്ക് പോവുകയും രോഗി മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് മേ ഓക്കർ ഇൻ സിവിയർ കേസസ്. ഈ ടൈഫോയിഡ് കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. ടൈഫോയിഡ് കൺഫേം ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്.
ഇത് ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ടെസ്റ്റാണ്. ഇപ്പോൾ ടൈഫോയിഡിന് കാരണമായിട്ടുള്ള ആൻറ്റിജനെ നമുക്കറിയാം. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ആൻറ്റിജനാണ്. അപ്പോൾ ആ ആൻറ്റിജനെയും ഈ രോഗി എന്ന് സംശയിക്കുന്ന ആളിൻ്റെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന ആൻറ്റിബോഡി, സീറം ഓഫ് പേഷ്യൻറ്റിൽ നിന്നും എടുക്കുന്ന ആൻറ്റിബോഡി, സീറത്തിൽ നിന്നും എടുക്കുന്ന ആൻറ്റിബോഡിയും തങ്ങളിൽ പരസ്പരം മിക്സ് ചെയ്തിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് അത് അഗ്ലൂട്ടിനേഷൻ നടക്കുന്നുണ്ടോ, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടുള്ള ഒരു ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, പേര് ഓർക്കുക, ടൈഫോയിഡ് കൺഫേം ചെയ്യുന്നതിനുള്ള ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. Vidal test is an antigen antibody reaction test used for the confirmation of typhoid fever. Typhoid fever confirm ചെയ്യുന്നതിനുള്ള ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. ഇനി ഈ ടൈഫോയിഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെപ്പറ്റി ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലേഡിയുടെ പേരുണ്ട്. അവർ നിക്ക് നെയിമിൽ അറിയപ്പെടുന്നത് ടൈഫോയിഡ് മേരി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അവർ ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്ന മേരി മാലോൺ എന്ന് പറയുന്ന ഒരു ലേഡി. ഷി വാസ് എ ടൈഫോയിഡ് കാരിയർ. ഷി വാസ് ആൻ അസിംപ്റ്റോമാറ്റിക് കാരിയർ ആൾസോ. സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരു കാരിയർ കൂടെ ആയിരുന്നു ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഇവരൊരു ടൈഫോയിഡ് ബാക്ടീരിയയുടെ കാരിയർ ആയിരുന്നു. പക്ഷേ ഇവർക്ക് സിംറ്റംസ് ഒന്നുമില്ല. ഇവർ ബൈ പ്രൊഫഷൻ ഒരു കുക്കായിരുന്നു. അവർ ഒരുപാട് വീടുകളിൽ പാചകം ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇവർ പാചകം ചെയ്ത് കൊടുക്കാൻ നിന്ന വീടുകളിലെ ആൾക്കാർക്കൊക്കെ ടൈഫോയിഡ് പിടിച്ചു. അവരെല്ലാം ടൈഫോയിഡ് ബാധിതരായി. പക്ഷേ ഇവർക്ക് ഒരു സിംറ്റംസും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഏകദേശം 53ഓളം പേർക്ക് ടൈഫോയിഡ് കൈമാറിക്കൊടുത്ത വ്യക്തിയാണ് അവർ. അപ്പോൾ വളരെ ലേറ്റായിട്ടാണ് ഇവർ ടൈഫോയിഡ് കാരിയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇവരെ 30 വർഷത്തോളം ക്വാറന്റൈൻ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ആ രീതിയിൽ ഇവർക്കൊരു സിംറ്റവും ഇല്ലായിരുന്നു. ബട്ട് പിന്നെ ഇവരുടെ മലം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അതിൽ ധാരാളം ടൈഫോയിഡ് ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടെത്തിയത്. ടൈഫോയിഡ് മേരി വാസ് എ കുക്ക് ബൈ പ്രൊഫഷൻ ആൻഡ് ഷീ വാസ് എ ടൈഫോയിഡ് കാരിയർ ഹു കണ്ടിന്യൂഡ് ടു സ്പ്രെഡ് ടൈഫോയിഡ് ഫോർ സെവറൽ ഇയേഴ്സ് ത്രൂ ദ ഫുഡ് ഷീ പ്രിപ്പയർഡ്. അപ്പോൾ ടൈഫോയിഡിനെ സംബന്ധിച്ചുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് നോക്കാം. ടൈഫോയിഡ് ഉണ്ടാക്കുന്ന പാത്തോജൻ സാൽമണല്ല ടൈഫി ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? ഇറ്റ് എൻറ്റേഴ്സ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ ആൻഡ് മൈഗ്രേറ്റ് ടു അതർ ഓർഗൻസ് വയ ബ്ലഡ്. അപ്പോൾ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ ഫുഡ് വഴിയും വാട്ടർ വഴിയും എത്തിച്ചേരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് ബ്ലഡിലേക്കും മറ്റും പോകുന്നു. എന്തൊക്കെയാണ് സിംറ്റംസ്? സസ്റ്റൈൻഡ് ഹൈ ഫീവർ 39 ഡിഗ്രി ടു 40 ഡിഗ്രി സെൽഷ്യസ്, നീണ്ടു നിൽക്കുന്ന പനി, ഹെഡേക്ക്, വീക്ക്നെസ്, സ്റ്റൊമക്ക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് മേ ഓക്കർ. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ ഉണ്ടാവുകയും അതിൻ്റെ സിവിയർ കേസസിൽ ഡെത്ത് സംഭവിക്കുകയും ചെയ്യാവുന്ന ഒരു ഡിസീസാണ് ടൈഫോയിഡ്. ഇനി നമുക്ക് അടുത്ത ഡിസീസാണ് മലേറിയ. പ്രോട്ടോസോവൻസ് ഉണ്ടാക്കുന്ന ഡിസീസാണ്. പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ്. അതിൽ എസ്പെഷ്യലി പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ജീവി ഉണ്ടാക്കുന്ന ഡിസീസാണ് മലേറിയ. മലേറിയ എന്ന് പറയുന്നത് കൊതുക് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടർത്തുന്ന രോഗമാണ്. മലേറിയ പടർത്തുന്ന കൊതുക് അനോഫിലസ് മൊസ്കിറ്റോ ആണ്. ഇറ്റ് ഈസ് എ പ്രോട്ടോസോവൻ ഡിസീസ് കോസ്ഡ് ബൈ ഡിഫറൻറ്റ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം. അപ്പോൾ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ജീവിയാണ് ഈ ഡിസീസ് ഉണ്ടാക്കുന്ന ജീവി. പ്രോട്ടോസോവൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ജീവിയാണ്. ഇതിൽ 4 സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം ഉണ്ട്. പ്ലാസ്മോഡിയം വിവാക്സ്, പ്ലാസ്മോഡിയം മലേറിയെ, പ്ലാസ്മോഡിയം ഒവൈൽ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. അപ്പം വിവാക്സ്, മലേറിയെ, ഒവൈൽ, ഫാൽസിപ്പാറം, അങ്ങനെ 4 സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയമാണ് മലേറിയ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ടുള്ള രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാക്കുന്നത് ഫാൽസിപ്പാറം സ്പീഷീസാണ്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാറമാണ് മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് ഈവൻ ഫേറ്റൽ.
ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാക്കുന്നത്. ഇപ്പം 4 സ്പീഷീസാണ്. അപ്പോൾ മലേറിയയെക്കുറിച്ച് മനസ്സിലാക്കുക. മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. അത് ഉണ്ടാക്കുന്ന പ്രോട്ടോസോവൻ്റെ പേര് പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയത്തിൻ്റെ 4 സ്പീഷീസ് ഉണ്ട്. പ്ലാസ്മോഡിയം വിവാക്സ്, പ്ലാസ്മോഡിയം മലേറിയെ, പ്ലാസ്മോഡിയം ഒവൈൽ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാർ. അപ്പോൾ ഈ 4 ഗ്രൂപ്പ് 4 സ്പീഷീസിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറമാണ് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ട് ഉള്ള സിംറ്റംസ് ഉണ്ടാക്കുന്നതും മാരകമായിട്ട് മാറുന്നതുമായിട്ടുള്ള മലേറിയയ്ക്ക് കാരണമാകുന്നത്. ഇനി ഇവയുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. മലേറിയയുടെ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. ഈ പ്ലാസ്മോഡിയം കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിനകത്താണ് അത് ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ഫോം ചെയ്യുന്നത്. ആ ഇൻഫെക്ഷ്യസ് സ്റ്റേജിനെ വിളിക്കുന്ന പേര് സ്പോറോസോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. മറ്റൊരാളിന് ഡിസീസ് ഉണ്ടാക്കാൻ ഉള്ള ശേഷിയുള്ള ആ പാരസൈറ്റഡ് ഫോമാണ് സ്പോറോസോയിഡ്സ്. അപ്പം അത് കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡ്സിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്. മെച്യൂർ ഇൻഫെക്റ്റീവ് സ്റ്റേജ് സ്പോറോസോയിഡ് എസ്കേപ്പ് ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ ആൻഡ് മൈഗ്രേറ്റ് ടു ദ മൊസ്കിറ്റോ സലൈവറി ഗ്ലാൻഡ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ എങ്ങനെയാണ് എത്തുന്നതെന്ന് പറയാം. എന്തായാലും ആദ്യം ഇത് നമുക്ക് സലൈവറി ഗ്ലാൻഡ് മുതൽ തുടങ്ങാം. അപ്പോൾ സലൈവറി ഗ്ലാൻഡിൽ ഇരിക്കുന്ന ആ ഇൻഫെക്ഷ്യസ് ഫോമിനെ വിളിക്കുന്ന പേരാണ് സ്പോറോസോയിഡ്സ്. ഇപ്പോൾ കൊതുക് ഒരു വ്യക്തിയെ കടിക്കുമ്പോൾ അത് ആദ്യം ചെയ്യുന്നത് അതിൻ്റെ സലൈവ ആണ് ആദ്യം അത് ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഒരു സം സോർട്ട് ഓഫ് പാരാലിസിസ് നടത്താൻ വേണ്ടി. കൊതുക് കുത്തുന്നത് അറിയാതിരിക്കാൻ വേണ്ടി. കൊതുക് കുത്തിയാലും അത് കുറച്ച് രക്തം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വേദന അനുഭവപ്പെടുകയുള്ളൂ. അതിന് കാരണമെന്ന് പറയുന്നത് അത് ആദ്യം വന്നിട്ട് അതിൻ്റെ സലൈവയെ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ സ്പോറോസോയിഡ്സ് ബ്ലഡിനകത്തേക്ക് പ്രവേശിക്കും. When the mosquito bites another human, sporozoids are injected with bite. ഇപ്പോൾ മൊസ്കിറ്റോ കടിക്കുമ്പോൾ ഈ സ്പോറോസോയിറ്റ് സലൈവയിൽ കൂടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ സ്പോറോസോയിഡ്സ് ബ്ലഡിലൂടെ കടന്നിട്ട് അത് ആദ്യം ചെന്ന് റെസ്റ്റ് ചെയ്യുന്ന പ്ലേസ് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് ലിവറാണ്. ഇപ്പോൾ ശരീരത്തിൽ ബ്ലഡിനകത്ത് വന്നിട്ട് അത് ലിവറിനകത്ത് പോയി ലിവർ സെൽസിനെയാണ് ഇത് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. പാരസൈറ്റ്സ് ഓർ സ്പോറോസോയിഡ്സ് റീച്ച് ദ ലിവർ ത്രൂ ബ്ലഡ്. അപ്പോൾ ലിവറിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ പാരസൈറ്റ്സ് ലിവർ സെൽസിനെ അറ്റാക്ക് ചെയ്യുകയും ലിവർ സെൽസിനകത്ത് വെച്ചിത് അസെക്ഷുവൽ റീപ്രൊഡക്ഷന് വിധേയമാകും. സെൽസുകൾ രണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓരോ സെല്ലും വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ എക്സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്ത് സെൽസിനകത്ത് ഈ സ്പോറോസോയിഡ്സ് സ്റ്റേജിലെത്തുന്ന ഈ പ്ലാസ്മോഡിയം കൊണ്ടങ്ങ് നിറയും. പ്ലാസ്മോഡിയം കൊണ്ടങ്ങ് നിറയുമ്പോഴത്തേക്കും ഈ സെൽ എന്ത് ചെയ്യും? ബേസ്റ്റ് ചെയ്യും, പൊട്ടും. The parasites reproduces asexually in liver cells, bursting the cell and releasing into the blood. സെല്ലിനെ ബേസ്റ്റ് ചെയ്തിട്ട് ഈ പാരസൈറ്റ്സ് ബ്ലഡിലേക്ക് അങ്ങ് റിലീസ് ചെയ്യപ്പെടും. ആയിരക്കണക്കിന് പാരസൈറ്റ്സ് ബ്ലഡിലേക്ക് അങ്ങ് റിലീസ് ചെയ്യപ്പെടും. ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പിന്നെ നേരെ ചെന്ന് RBC അറ്റാക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ അടുത്ത രീതി. അപ്പോൾ ലിവർ സെൽസിൽ എത്തുന്നു, ലിവർ സെൽസിനെ അറ്റാക്ക് ചെയ്തിട്ട് ലിവർ സെൽസിനെ ബേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ വരുന്ന ഈ പാരസൈറ്റ്സ് അടുത്ത് നേരെ RBCക്കകത്തേക്ക് പ്രവേശിക്കും. RBCക്കകത്തും സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനകത്ത് വെച്ചും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് അതെന്ത് ചെയ്യുന്നു? RBCക്കകത്ത് നിറയും. നിറഞ്ഞു കഴിയുമ്പോൾ RBCയും ബേസ്റ്റ് ചെയ്യും, പൊട്ടും. അപ്പോൾ ഇങ്ങനെ RBC ബേസ്റ്റ് ചെയ്യുമ്പോൾ RBC നശിക്കുന്നത് വഴി ഒരു ടോക്സിക് സബ്സ്റ്റൻസ്, ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു ടോക്സിക് സബ്സ്റ്റൻസ് കൂടെ റിലീസ് ചെയ്യപ്പെടും. പാരസൈറ്റ്സ് റീപ്രൊഡ്യൂസസ് അസെക്ഷലി ഇൻ ബ്ലഡ് സെൽസ്, ബേസ്റ്റിംഗ് ദ റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് കോസിങ് സൈക്കിൾസ് ഓഫ് ഫീവർ ആൻഡ് അതർ സിംറ്റംസ്. അപ്പോൾ ഈ ഒരു ഹീമോസോയിൻ എന്ന് പറയുന്ന ടോക്സിക് മെറ്റീരിയലാണ് ശരിക്കും സിംറ്റംസ് ഉണ്ടാക്കുന്നത്, പനി ഉണ്ടാക്കുന്നത്. റിലീസ്ഡ് പാരസൈറ്റ്സ് ഇൻഫെക്റ്റ് ന്യൂ റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസിനെ റിലീസ് ചെയ്തിട്ട് അത് ബേസ്റ്റ് ചെയ്തിട്ട് വരുന്ന പാരസൈറ്റ്സ് വീണ്ടും പുതിയ RBCയെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന RBCs റപ്ചർ ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു പാരസൈറ്റ്സിന് സെക്ഷൽ സ്റ്റേജസ് ഡെവലപ്പ് ചെയ്തിരിക്കും. മെയിൽ ഫീമെയിൽ സെൽസ് ഉണ്ടാകും. മെയിൽ ഫീമെയിൽ പ്രോട്ടോസോവൻസ് അല്ലെങ്കിൽ പ്ലാസ്മോഡിയംസ് ഡെവലപ്പ് ചെയ്തിരിക്കും.
സെക്ഷുവൽ സ്റ്റേജസ് ഇതിനെ ഗാമീറ്റോസൈറ്റ്സ് എന്ന് വിളിക്കും, ഡെവലപ്ഡ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഈ ഒരു മെയിൽ ഫീമെയിൽ സെൽസ് ഇത്രയുമാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനകത്ത് നടക്കുന്നത്, മനുഷ്യർക്കകത്ത് നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ ബ്ലഡ് മറ്റൊരു മൊസ്കിറ്റോ വന്ന് അത് വലിച്ചു എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഫീമെയിൽ മൊസ്കിറ്റോ ടേക്കപ്പ് ഗ്യാമീറ്റോസൈറ്റ്സ് വിത്ത് ബ്ലഡ് മെയിൽ. അപ്പം മെയിൽ ഫീമെയിൽ ഗമീറ്റ്സ് ഉള്ള ബ്ലഡ് മൊസ്കിറ്റോ വീണ്ടും വന്ന് മറ്റൊരാളിനെ കടിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് മൊസ്കിറ്റോയുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്നു. അപ്പോൾ ഇങ്ങനെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ബ്ലഡ് മൊസ്കിറ്റോയുടെ ഇൻറ്റസ്റ്റൈനകത്തേക്ക് പ്രവേശിക്കുന്നു. മൊസ്കിറ്റോയുടെ ഫുഡാണ് ഈ ബ്ലഡ്. അപ്പോൾ മൊസ്കിറ്റോയുടെ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ്? ഈ മെയിൽ ഫീമെയിൽ ഗമീറ്റ്സ് ഫെർട്ടിലൈസേഷന് വിധേയമാകും. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ മൊസ്കിറ്റോസ് ഇൻറ്റസ്റ്റൈൻ. മൊസ്കിറ്റോയുടെ ഇൻറ്റസ്റ്റൈനകത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുന്ന സ്റ്റേജാണ് സ്പോറോസോയിഡ്സ്. ആ സ്പോറോസോയിഡ്സ് സലൈവറി ഗ്ലാൻഡിനകത്ത് റെസ്റ്റ് ചെയ്യും. മെച്യൂർ ഇൻഫെക്റ്റീവ് സ്റ്റേജസ് എസ്കേപ്പ് ഫ്രം ഇൻറ്റസ്റ്റൈൻ ആൻഡ് മൈഗ്രേറ്റ് ടു ദ മൊസ്കിറ്റോസ് സലൈവറി ഗ്ലാൻഡ്സ്. അപ്പോൾ സ്പോറോസോയിഡ്സ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ്. ആ സ്റ്റേജ് സലൈവറി ഗ്ലാൻഡിനകത്ത് റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ റെസ്റ്റ് ചെയ്യുന്ന സ്പോറോസോയിഡ്സ് അടുത്ത് വീണ്ടും എന്ത് ചെയ്യും? മറ്റൊരാളിനെ കടിക്കുന്ന സമയത്ത് മൊസ്കിറ്റോ എന്ത് ചെയ്യും? അയാളുടെ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് സൈക്കിൾ നടന്നു പോകുന്നത്. അപ്പോൾ ഒരാളിന് ഈ പ്ലാസ്മോഡിയം എത്തുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് സ്പോറോസോയിറ്റ് സ്റ്റേജാണ്. അപ്പോൾ സ്പോറോസോയിറ്റ് സ്റ്റേജിലേക്ക് എത്തുന്നു. അയാളുടെ ബ്ലഡിൽ നിന്നും ആദ്യം അത് ലിവർ സെൽസിലെത്തുന്നു. ലിവർ സെൽസിൽ വെച്ച് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. എന്നിട്ട് ലിവർ സെൽസിനെ ബേസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സ്പോറോസോയിറ്റ്സ് പുറത്തേക്ക് വരുന്നു. അടുത്തത് RBC അറ്റാക്ക് ചെയ്യും. RBC അറ്റാക്ക് ചെയ്തിട്ട് RBCയെയും ബേസ്റ്റ് ചെയ്യിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്ന സ്റ്റേജിൽ മെയിൽ ഫീമെയിൽ സ്റ്റേജ് ഉണ്ടാകും. ഈ മെയിൽ ഫീമെയിൽ സ്റ്റേജ് പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വിധേയമാകുന്നത് മൊസ്കിറ്റോയുടെ ഇൻറ്റസ്റ്റൈനകത്ത് വെച്ചാണ്. അത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിയുമ്പോൾ വരുന്ന സ്റ്റേജാണ് സ്പോറോസോയിറ്റ്. ആ സ്പോറോസോയിറ്റ് സ്റ്റേജ് സലൈവറി ഗ്ലാൻഡിനകത്ത് ഇരിക്കുന്നു. ഇത് അടുത്ത ആളിലേക്ക് കൈമാറുന്നു. ഇങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് നോക്കാം. പ്ലാസ്മോഡിയം ഈസ് എ ഡൈജനറ്റിക് പാരസൈറ്റ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 ഓർഗാനിസംസ് വേണം. അങ്ങനത്തെ പാരസൈറ്റ്സിനെയാണ് ഡൈജനറ്റിക് പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദോസ് ഓർഗാനിസംസ് വിച്ച് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ത്രൂ 2 ഓർഗാനിസംസ്. ഇതാണ് ഡൈജനറ്റിക് പാരസൈറ്റ്സ് വിച്ച് റിക്വയർ 2 hosts ഫോർ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ലൈഫ്. Man is the primary host and Anopheles mosquito is the secondary host or vector. അപ്പോൾ മനുഷ്യനാണ് പ്രൈമറി ഹോസ്റ്റ്, അനോഫിലസ് മൊസ്കിറ്റോ ആണ് സെക്കൻഡറി ഹോസ്റ്റ് അല്ലെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയം എൻറ്റേഴ്സ് ദ ബോഡി ആസ് സ്പോറോസോയിറ്റ്. അതിൻ്റെ ഇൻഫെക്ഷ്യസ് ഫോമിനെ വിളിക്കുന്ന പേരാണ് സ്പോറോസോയിറ്റ്. ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് അനോഫിലസ് മൊസ്കിറ്റോ. അനോഫിലസ് മൊസ്കിറ്റോയ്ക്ക് ബൈറ്റ് ചെയ്യുന്നത് വഴിയാണ് ഇതെത്തുന്നത്. Sporozoites undergo multiplication in the liver cells and then attack the RBC, resulting in their rupture. അത് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് ലിവർ സെൽസിൽ വെച്ച് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. എന്നിട്ട് അത് അടുത്ത RBCയെ അറ്റാക്ക് ചെയ്യും, RBCയെയും റപ്ചർ ചെയ്യും. The rupture of RBC is associated with the release of toxic substances known as hemozoin, which is responsible for chill and recurrent fever every 3 to 4 days. അപ്പോൾ ഓരോ 3 മുതൽ 4 ദിവസത്തിനിടയിൽ വെച്ചിട്ടാണ് ഈ പനി ഉണ്ടാകുന്നത്. ചിൽ മീൻസ് വിറയൽ. അപ്പോൾ വിറയലും പനിയും. അപ്പോൾ ഇതൊരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ഒരു ദിവസമാണ് 3 to 4 days എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിനിടയ്ക്ക് വെച്ചാണ് ഈ ടോക്സിക് മെറ്റീരിയൽസ് റിലീസ് ചെയ്യുകയും അത് ഇടവിട്ടുള്ള ഹൈ ഫീവറിലേക്ക് മാറുന്നത്. അതിന് കാരണം ഈ ഹീമോസോയിൻ എന്ന് പറയുന്ന ടോക്സിക് മെറ്റീരിയൽസിൻ്റെ റിലീസാണ്. When an infected mosquito bites an infected person, these parasites enter the body of mosquito for further development. ഒരു ഇൻഫെക്റ്റഡ് മൊസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണെ കടിക്കുമ്പോൾ ആ പാരസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? മൊസ്കിറ്റോയുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നു. The parasites undergo multiplication within the body of mosquito. മൊസ്കിറ്റോയുടെ ഇൻറ്റസ്റ്റൈനകത്ത് വെച്ചിട്ട്
അതെന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷൻ വിധേയമാണ് ആൻഡ് ഫോം സ്പോറോസോയിഡ്സ് ദാറ്റ് ആർ സ്റ്റോർഡ് ഇൻ ദ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. When this mosquito bite a healthy person, the sporozoids are introduced into his body and above cycle is repeated. ഒരു ഹെൽത്തി പേഴ്സണെ കടിക്കുമ്പോൾ ഈ സ്പോറോസോയിഡ്സ് ആ പേഴ്സണിന് കിട്ടുകയും ആ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുകയും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം. ഒന്ന് ചുരുക്കി നോക്കാം. പാത്തജൻ പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. പ്ലാസ്മോഡിയം വിവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം കാസസ് മോസ്റ്റ് സീരിയസ് ഓർ മാലിഗ്നന്റ് മലേറിയ. Mode of transmission by biting of female Anopheles mosquito. Symptoms: hemozoin. Toxin released by Plasmodium causes chill and high fever recurring every 3 to 4 days. ഇത്രയും കാര്യങ്ങളാണ് മലേറിയയെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത്. അടുത്ത നമുക്ക് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ രോഗപ്രതിരോധ ശേഷി. ഇമ്മ്യൂണിറ്റി എന്താണ്? ഇമ്മ്യൂണിറ്റി Immunity is the ability of the host to fight the disease causing organisms. രോഗാണുക്കൾക്കെതിരെ ശരീരത്തിന് ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഹോസ്റ്റ് ടു ഫൈറ്റ് ദ ഡിസീസ് കോസിങ് ഓർഗാനിസംസ്. ഇമ്മ്യൂണിറ്റിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ബൈ ബർത്ത് വഴി നമുക്ക് കിട്ടുന്ന രോഗപ്രതിരോധ ശേഷി. അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജനിച്ചതിന് ശേഷം രോഗാണുക്കൾക്കെതിരെ ശരീരം നേടുന്ന രോഗപ്രതിരോധ ശേഷി. ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? The resistance to certain infections from birth is called innate immunity or inborn immunity. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം കുറേ രോഗാണുക്കൾക്കെതിരെയുള്ള പ്രതിരോധ ശേഷിയുമായിട്ടാണ് ജനിക്കുന്നത്. ആ പ്രതിരോധ ശേഷിയെയാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഓർ ഇൻബോൺ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ്. അത് ഇന്ന ബാക്ടീരിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി, ഇന്ന വൈറസിനെതിരെയുള്ള പ്രതിരോധ ശേഷി എന്നുള്ളത് സ്പെസിഫിക് അല്ല, നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് ആണ്. This is accomplished by providing 4 types of barriers. അപ്പോൾ ഇത് നമുക്ക് 4 ബാരിയേഴ്സിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് ആ ബാരിയേഴ്സ്? തടസ്സങ്ങൾ. ആ ബാരിയേഴ്സിനെ അതിജീവിച്ചാൽ മാത്രമേ രോഗാണുക്കൾക്ക് ശരീരത്തിൽ അതിനെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് ആ ബാരിയേഴ്സ്? ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ്, സൈറ്റോകൈൻ ബാരിയേഴ്സ്. 4 ടൈപ്പ് ബാരിയേഴ്സിലൂടെയാണ് ശരീരം ആ ഇമ്മ്യൂണിറ്റി നേടുന്നത്. ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഏതൊക്കെയാണ്? ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ്, സൈറ്റോകൈൻ ബാരിയേഴ്സ്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റില് ഫിസിക്കൽ ബാരിയേഴ്സ്. Skin in our body is the main barrier which prevents entry of the microorganisms. നമ്മുടെ ശരീരം മൊത്തം ആവരണം ചെയ്തുകൊണ്ട് സ്കിന്നുണ്ട്, അറിയാം അല്ലേ? സ്കിന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓർഗൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പം നമ്മുടെ ശരീരത്തെ പുറമേ ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് സ്കിൻ. സ്കിന്നിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് എപ്പിഡെർമിസും അടുത്ത ഡെർമിസും ഹൈപ്പോഡെർമിസും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിരോധ സംവിധാനത്തെ ഓവർകം ചെയ്താൽ മാത്രമേ രോഗാണുക്കൾക്ക് നമ്മുടെ ബ്ലഡിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് തന്നെ അറിയാം, സ്കിന്നിൽ തന്നെ സെറ്റ് ഗ്ലാൻസ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്, വിയർപ്പ് ഗ്രന്ഥികളുണ്ട്, സ്വേദഗ്രന്ഥികളുണ്ട്. ഇവയുടെ സെക്രീഷൻസ് ഒക്കെ തന്നെ രോഗാണുക്കളെ നശിപ്പിക്കുവാൻ ഉതകുന്ന സെക്രീഷൻസ് ആണ്. അപ്പം അങ്ങനെയും പ്രിവെൻഷൻ ഉണ്ട്. Skin in our body is the main barrier which prevents entry of the microorganisms. ഇനി ഫിസിക്കൽ ബാരിയറിൻ്റെ അടുത്ത് വരുന്നതാണ് മ്യൂക്കസ് കോട്ടിംഗ്. മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ആവരണം കൊണ്ട് ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ അകവശത്തെ ആവരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് നമ്മുടെ ശ്വാസം കടന്നു പോകുന്ന, വായു കടന്നു പോകുന്ന വഴികൾ, നമ്മുടെ നോസും അതുപോലെ അനുബന്ധ ഭാഗങ്ങളും
ട്രാക്കിയയും ബ്രോങ്കിയയും ഒക്കെ വരുന്ന ഭാഗങ്ങളുടെ അകവശത്തൊക്കെ എന്തിൻ്റെ ആവരണമുണ്ട്? മ്യൂക്കസിൻ്റെ ആവരണമുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിനകത്ത്, നമ്മുടെ ഗ്യാസ്ട്രിക് ട്രാക്റ്റ്, അലിമെൻ്ററി ട്രാക്റ്റിനകത്ത്, ഇൻഡസ്റ്റൈനകവശത്ത്, അതുപോലെ തന്നെ യൂറോജനൈറ്റൽ ട്രാക്റ്റ്, യൂറിനറി ട്രാക്റ്റിൽ, ജനൈറ്റൽ ട്രാക്റ്റിൽ, ഇതിൻ്റെ എല്ലാം ഉൾവശത്ത് മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ആവരണം കൊണ്ടുള്ള കവറിംഗ് ഉണ്ട്. അപ്പോൾ ഈ ആവരണത്തിന് പ്രധാനമായിട്ടും അതെന്ത് ചെയ്യും? രോഗാണുക്കൾ കടന്നാൽ ഇത് തന്നെ അതിനെ നശിപ്പിക്കും. രോഗാണുക്കളെ ട്രാപ്പ് ചെയ്യും. ട്രാപ്പ് ചെയ്ത് അതിനെ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ ഓർഗൻസിനകത്തൊക്കെ കാണാൻ സാധിക്കും. മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ദ എപ്പിത്തീലിയം ലൈനിങ് ദ റെസ്പിറേറ്ററി, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ and urogenital tracts also help in trapping microbes entering our body. അപ്പോൾ സ്കിന്നും മ്യൂക്കസ് കോട്ടിങ്ങും ഫിസിക്കൽ ബാരിയേഴ്സിൽ വരുന്നു. ഇനി അടുത്ത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക്. നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഒരു ആസിഡ് സെക്രീഷൻ ഉണ്ട്. എന്താണ് ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അറിയാതെ തന്നെ ധാരാളം ബാക്ടീരിയാസും മറ്റുമൊക്കെ ഫുഡിൽ കൂടെ നമ്മുടെ വയറ്റിനകത്തേക്ക് എത്തുന്നുണ്ട്, സ്റ്റൊമക്കിനകത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ ഈ നല്ല ഹെവി അസിഡിക് മീഡിയത്തിനകത്ത് വെച്ച് നശിപ്പിക്കപ്പെടും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ബാക്ടീരിയയെ നശിപ്പിക്കും. സലൈവ ഇൻ ദ മൗത്ത്. മൗത്തിൽ നിന്നും വരുന്ന സെക്രീഷനാണ്, വായ്ക്കകത്തുള്ള സെക്രീഷനാണ് സലൈവ, തുപ്പൽ, നമുക്കറിയാം. അതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ, കണ്ണുനീരിൽ ഒക്കെ ലൈസോസൈം എന്ന് പറയുന്ന ഒരു ആൻറ്റി ബാക്ടീരിയൽ എൻസൈം ഉണ്ടെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാകും. സലൈവയിലും കണ്ണുനീരിലും. ഇവയെല്ലാം മൈക്രോബിയൽ ഗ്രോത്തിനെ തടയാൻ സാധിക്കുന്ന കപ്പാസിറ്റിയുള്ള സെക്രീഷൻസാണ്. അപ്പോൾ ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക്, സലൈവ ഇൻ ദ മൗത്ത്, ടിയേഴ്സ് ഫ്രം ഐ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബൈ ബർത്തിൽ തന്നെ നമുക്ക് കിട്ടുന്ന എന്താണ്? ബാരിയേഴ്സാണ്. ഇനി അടുത്തത് സെല്ലുലാർ ബാരിയേഴ്സ്. സെല്ലുലാർ ബാരിയേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് WBCസിനെ കുറിച്ചാണ്. വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആണ്. ഇപ്പോൾ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആണ് ശരിക്കും നമ്മുടെ സോൾജിയേഴ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്നത്, രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആൾക്കാരെന്നറിയപ്പെടുന്നത് WBCs ആണ്. ഇപ്പോൾ WBCസിൽ പല ടൈപ്പ് സെൽസ് ഉണ്ട്, അറിയാം അല്ലേ? ഇസ്നോഫിൽസ്, ന്യൂട്രോഫിൽസ്, മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് WBCs ഉണ്ട്. ആ WBCസിൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് WBCs ഉണ്ട്. അപ്പോൾ ആ സെൽസിൽ, ലൂക്കോസൈറ്റ്സിൽ പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്, PMNL, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ന്യൂട്രോഫിൽ, ഒരു ന്യൂട്രോഫിലാണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക. വിഴുങ്ങി നശിപ്പിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന ഒരു ടേമാണ് ഫാഗോസൈറ്റോസിസ്. അങ്ങനെ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന ഒരു WBC ആണ് PMNL. ഫുൾ ഫോം എന്താണ്? പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്. ഇനി അതുപോലെ മോണോസൈറ്റ്സ്, നാച്ചുറൽ കില്ലർ സെൽസ്, അതും ഒരു ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ്സ് ആണ് പ്രധാനമായിട്ടും ആൻറ്റിബോഡീസ് സെക്രീറ്റ് ചെയ്യുന്നത്. നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്ന ലിംഫോസൈറ്റ്സിന് ആൻറ്റിജൻസിന് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ വിഴുങ്ങി നശിപ്പിക്കാനുള്ള കഴിവുള്ള ലിംഫോസൈറ്റ്സ് ആണ്. മാക്രോഫേജസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് WBCs. അപ്പോൾ ഈ സെല്ലുകളെല്ലാം രോഗാണുക്കളെ ഫാഗോസൈറ്റോസിസ് ചെയ്ത് നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. certain type of leukocytes, WBCs of our body like polymorphonuclear leukocytes, that is PMNL, and monocytes and natural killer type of lymphocytes in the blood, as well as macrophages in tissues can phagocytose and destroy microbes. ഇപ്പോൾ സെല്ലുലാർ ബാരിയേഴ്സിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് WBCs എന്ന് പറയാം. ആ WBCസിൽ തന്നെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ PMNL, polymorphonuclear leukocytes, then monocytes, natural killer cells, macrophages. അപ്പോൾ ഈ ആൾക്കാരെല്ലാം സെല്ലുലാർ ബാരിയേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് വരുന്നവരാണ്, നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നൽകുന്നവരാണ്. നെക്സ്റ്റ് സൈറ്റോകൈൻ ബാരിയേഴ്സ്. സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് സെക്രീറ്റ് പ്രോട്ടീൻസ് കാൾഡ് ഇന്റർഫെറോൺസ്.
അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു പേരാണ് ഇൻ്റർഫെറോൺസ്. എസ്പെഷ്യലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൊറോണ വൈറസിൻ്റെ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, ഒരു വൈറസ്, കൊറോണ വൈറസ് എന്ന് പറയുന്നത്, കൊറോണ എന്ന് പറയുന്ന ഡിസീസ് അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസാണ് കൊറോണ വൈറസ്. അപ്പോൾ അതുപോലത്തെ വൈറസുകൾ ശരീരത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി പിന്നെ ഒരു 6 മാസത്തേക്ക് അതിൻ്റെ ഒരു പ്രിവെൻഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്ന സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ്, അതിനെതിരെ വൈറസുകളെ നശിപ്പിക്കാൻ വേണ്ടി ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ഏകദേശം ഒരു 6 മന്ത്സ് അതിന് ലൈഫ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതായത് ഈ വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ വൈറസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ആൻറ്റി വൈറൽ പ്രോട്ടീൻസ് ശരീരം പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൻറ്റി വൈറൽ പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫെറോൺസ്. ഇപ്പോൾ ഒരു സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നു, ആ സെല്ലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ സെല്ല് എന്ത് ചെയ്യുന്നു, ഈ ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ബ്ലഡിലേക്ക് കലരുന്നത് വഴി ആ ഇൻ്റർഫെറോൺസ് മറ്റ് സെല്ലുകളിൽ ഈ വൈറസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ സെല്ലിന് അതിന് വേണ്ട സ്റ്റിമുലസ് കൊടുക്കുകയും ആ സെല്ല് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻറ്റി വൈറൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്ത് ഇതിനെ നശിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഓർക്കുക, വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്ന സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ആൻറ്റി വൈറൽ പ്രോട്ടീൻസ് ആണ് ഇൻ്റർഫെറോൺസ്, വിച്ച് പ്രൊട്ടക്ട് നോൺ ഇൻഫെക്റ്റഡ് സെൽസ് ഫ്രം ഫർദർ വൈറൽ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആൻ ആൻറ്റിബോഡി മോളിക്യൂളിനെ കുറിച്ച് നോക്കാം. അപ്പോൾ രോഗപ്രതിരോധ സംവിധാനത്തിൽ രോഗാണുക്കളെ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻസ്. ആ രോഗാണുക്കളെ നശിപ്പിക്കുവാൻ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രതിദ്രവ്യത്തിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിബോഡി. ആ പ്രതിദ്രവ്യ മോളിക്യൂൾ, ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ മോളിക്യുലാർ സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഈ പിക്ചറിൽ കാണുന്നത് ഒരു ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ ഒരു മോളിക്യുലാർ സ്ട്രക്ചറാണ്. ആൻറ്റിബോഡി മോളിക്യൂൾസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസാണ്. ഈ പ്രോട്ടീൻസുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാന യൂണിറ്റുകൾ നമുക്കറിയാം, അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡുകൾ കൂടിച്ചേരുമ്പോഴാണ് പ്രോട്ടീൻ മോളിക്യൂൾ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടാകുന്നത്. ആൻറ്റിബോഡി മോളിക്യൂൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് കൊണ്ടാണ്. പിക്ചറിൽ നോക്കിയാൽ കാണാം, 2 പോളിപെപ്റ്റൈഡ് ചെയിൻ നല്ല നീളമുള്ള ചെയിനാണ്, വലിയ ചെയിനാണ്. അതിനെ ഹെവി ചെയിൻ എന്നാണ് വിളിക്കുക, ഹെവി ചെയിൻ എന്നാണ് വിളിക്കുക. ഇതിൽ 2 നീളം കുറഞ്ഞ മോളിക്യൂളാണ്, അതിന് ലൈറ്റ് ചെയിൻ എന്നാണ് വിളിക്കുക, ലൈറ്റ് ചെയിൻ എന്നാണ് വിളിക്കുക. അപ്പോൾ 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും ഉണ്ട്. നോക്കൂ, ഈ ഹെവി ചെയിനിൽ തന്നെ പരസ്പരം ഇവിടെ ഇതിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് SS എന്നിവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് സൾഫൈഡ് ബോണ്ടാണ്. ഡൈസൾഫൈഡ് ബോണ്ട്, 2 സൾഫർ ഉണ്ട്. ഡൈസൾഫൈഡ് ബോണ്ട് കൊണ്ടുള്ള കണക്ഷൻ ഹെവി ചെയിനുകളെ തങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ടുണ്ട്. ഹെവി ചെയിനുകൾക്ക് അകത്തുമുണ്ട് ഡൈസൾഫൈഡ് ബോണ്ട് കാണാം നമുക്കിവിടെ. ഹെവി ചെയിനുകളിൽ തന്നെ ഇവിടെ ഡൈസൾഫൈഡ് ബോണ്ടുണ്ട്, ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ടും ഡൈസൾഫൈഡ് ബോണ്ടുണ്ട്. അതുപോലെ ഇവിടെ ലൈറ്റ് ചെയിനിലും അതേ ടൈപ്പ് ഡൈസൾഫൈഡ് ബോണ്ട് കാണാൻ സാധിക്കും. ഹെവി ചെയിനെയും ലൈറ്റ് ചെയിനെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഡൈസൾഫൈഡ് ബോണ്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്തും ഡൈസൾഫൈഡ് ബോണ്ടുണ്ട്. അപ്പോൾ ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതൊരു 4 പോളിപെപ്റ്റൈഡ് ചെയിൻ കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും. ഇവിടെ ഈ സ്ഥലത്തായിട്ട് നമുക്ക് കാണാം ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. ആൻറ്റിബോഡി മോളിക്യൂള് ആൻറ്റിജൻസുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുന്ന സൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റെം എന്നും ഇതിനെ പ്രോങ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈച്ച് ആൻറ്റിബോഡി മോളിക്യൂൾ ഹാസ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ്. 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. 2 സ്മാൾ ചെയിൻസ് കാൾഡ് ലൈറ്റ് ചെയിൻസ്. 2 സ്മാൾ ചെയിൻ ഉണ്ട്, അതിനെ ലൈറ്റ് ചെയിൻ എന്ന് വിളിക്കുന്നു. ആൻഡ് 2 ലോങ്ങർ ചെയിൻ കാൾഡ് ഹെവി ചെയിൻ. 2 ലോങ്ങർ ചെയിൻ ഉണ്ട്, അതിനെ ഹെവി ചെയിൻ എന്ന് വിളിക്കുന്നു. ഹെൻസ് ആൻ ആൻറ്റിബോഡി ഈസ് റെപ്രസെൻറ്റഡ് ആസ് H2L2. 2 ഹെവി ചെയിൻ 2 ലൈറ്റ് ചെയിൻ എന്നുള്ള സെൻസിൽ H2L2 എന്ന് ആൻറ്റിബോഡി മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്.
ഈ മോളിക്കുലാർ സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡി മോളിക്യൂൾസ് ഉണ്ട്. IgG, IgE, IgD, IgM, IgA. IG എന്ന് പറയുന്നത് ഷോർട്ട് ഫോമാണ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ. ആൻറ്റിബോഡി മോളിക്യൂളിനെ വിളിക്കുന്ന മറ്റൊരു ഷോർട്ട് നെയിമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് IgG, IgA, IgD, IgM, IgA. ഈ രീതിയിൽ IgA, IgM, IgE, IgG are some of them. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഡിഫറൻറ്റ് ഫോംസ് ആണ് ഇത്. IgAയും IgMും IgEയും IgGയും. ഇത്രയും കാര്യങ്ങളാണ് ഇമ്മ്യൂണോഗ്ലോബുലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അപ്പോൾ ഇനി ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗം അവസാനിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം എല്ലാവരും കാണുക. For video lessons, please subscribe TLP's biology classes.